ഹലോ, ഇന്ന് നമുക്കൊരു ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ ഫിഷ് കറി തയ്യാറാക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ: ഒരു 1/4 കഷ്ണം സവാള, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി, ഒരു 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 2 വലിയ പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളൻപുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു മൺചട്ടി വെക്കാം. ചട്ടി ചൂടായി കഴിഞ്ഞാൽ 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഇട്ടെടുത്ത് തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഉലുവ ഒരു ബ്രൗൺ നിറമായി കഴിഞ്ഞാൽ കറിക്ക് ഒരു കയ്പ്പ് രസം മാറി വരും. അതുകൊണ്ട് ഉലുവ ഇട്ട ഉടനെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി വഴറ്റിയതിന് ശേഷം നമുക്ക് കീറി വെച്ച ഈ 3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ശേഷം ഒരു 1/4 കഷ്ണം സവാള മാത്രമാണ് എടുത്തിട്ടുള്ളത്. അത് അരിഞ്ഞതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രൗൺ നിറമാവുന്ന വരെ വഴറ്റാം. അതിലേക്ക് 2 വലിയ പഴുത്ത തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വലിയ തക്കാളി തന്നെ ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് ഒന്ന് നല്ലോണം വഴറ്റി കൊടുക്കാം. കുറച്ച് നേരം സിമ്മിലിട്ട് ഒന്ന് മൂടി വെക്കാം. ആ സമയം കൊണ്ട് ഞാനിതാ പുളിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം വാളൻപുളി അരിച്ചെടുക്കുന്നുണ്ട്. നല്ലോണം സ്ക്വീസ് ചെയ്തിട്ട് വാളൻപുളിയുടെ വെള്ളമാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ശേഷം അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരപ്പിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1.25 ടേബിൾ സ്പൂണ് മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇത് കാശ്മീരി മുളക് പൊടി സാദാ മുളകും കൂടി ഒരുമിച്ച് പൊടിച്ചെടുത്തതാണ്. ശേഷം അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അരച്ചെടുക്കുക. ഈ സമയം കൊണ്ട് തക്കാളി നല്ലോണം വഴറ്റി കിട്ടിയിട്ടുണ്ട്. തക്കാളി നല്ലോണം സ്മാഷ് ആയതിനു ശേഷം അതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. ഇപ്പം തക്കാളി നല്ലോണം സ്മാഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് പുളിവെള്ളം അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം ചേർത്ത് ഇളക്കിയതിന് ശേഷം കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ലോണം ഒന്ന് കുറുകി കിട്ടുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ശേഷം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പ് ചേർത്തതിന് ശേഷം ഫ്ലെയിം നല്ലോണം കുറച്ച് വെക്കണം. വളരെ ചെറിയ തീയിലാണ് ഫ്ലെയിം ഇപ്പോൾ വെക്കേണ്ടത്. ശേഷം ഒരു 5 മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിക്കാം. പൊടികളുടെയൊക്കെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ നല്ലോണം സിമ്മിലിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. തീ തീരെ കൂട്ടി വെക്കരുത് ഈ സമയം. ഞാൻ അതിലേക്ക് കുറച്ച് ജാറിൽ വെള്ളം എടുത്തിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ബാക്കി ഇത്തിരി അരപ്പിലേക്കും. ഇനി കുറച്ച് സമയം നല്ലോണം ചെറിയ സിമ്മിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് നല്ലോണം അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് കിട്ടുന്നവരെ നമുക്കൊന്ന് അതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഞാനിതിലേക്ക് ആവോലി ഫിഷാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കൊന്ന് അരപ്പ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ അത് നല്ലോണം എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ഇനി നമുക്ക് അതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കറി നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. ഇതുപോലെ കറി കുറുകിയതിന് ശേഷം മാത്രമാണ് മീൻ ചേർത്ത് കൊടുക്കേണ്ടത്. ഇങ്ങനെ കറി ഉണ്ടാക്കിയാൽ കറി ഒരിക്കലും രാവിലെ ഉണ്ടാക്കിയ കറി ആയപ്പോലും 2-3 തവണ തിളപ്പിച്ചിട്ടില്ലെങ്കിലും പുറത്ത് വെച്ചാൽ കറി ഒരിക്കലും കേടാകില്ല. കാരണം നമ്മൾ തേങ്ങ അത്രയും നല്ലോണം നല്ലോണം ചൂടാക്കിയിട്ടുണ്ട്. തേങ്ങ മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നല്ല ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നല്ലോണം തിളപ്പിക്കാം. മീൻ വെന്തതിന് ശേഷം ഗ്യാസ് ഓഫാക്കുക. ശേഷം മൂടി വെച്ച ശേഷം ഇനി നമുക്ക് അതിലേക്ക് തൂമിച്ച് വയ്ക്കണം. അതിന് വേണ്ടിയിട്ട് ചെറിയൊരു പാത്രം ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കല്ലിൻ്റെ. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്.
അതിനുശേഷം അതിലേക്ക് ഞാൻ കുറച്ച് ഒരു ചെറിയുള്ളി അയച്ചു 2-3 ചെറിയുള്ളി അരിഞ്ഞിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയുള്ളിയും ബ്രൗൺ ആയ ശേഷം നമുക്ക് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്ത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. കറി റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണ്ട.